ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മെയ്ഡ് ഇൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ 10 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഇപ്പോൾ സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ studyaustralia.gov.au എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും വെബ്സൈറ്റ്. ഇത് ഗവൺമെൻറ് വെബ്സൈറ്റ് ആയതുകൊണ്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഇരിക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നോൺ ഗവൺമെൻറ് വെബ്സൈറ്റുകൾ എടുക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം ഇത് യൂഷ്വലി എപ്പോഴും 6 മാസം അല്ലെ വർഷത്തിൽ ഒരിക്കലാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്ര റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഈ പേജ് തുറക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് ബ്രേക്ക് ഡൗൺ നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെറ്റർ ഓഫ് ഓഫർ ആണ്. ഇപ്പോൾ ലെറ്റർ ഓഫ് ഓഫർ എന്താണ്? ഏതെങ്കിലും ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെറ്റർ ഓഫ് ഓഫർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ അതിനെയാണ് ലെറ്റർ ഓഫ് ഓഫർ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഏത് കോഴ്സിനാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇതിന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ ഈ കോഴ്സിന്റെ ഫീസ് എത്രയാണെന്ന് മെയിനായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ടേംസ് ആൻഡ് കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. മെയിനായിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഒരു സെമിസ്റ്ററിന്റെ ഫീസ് നമ്മൾ അടച്ചിട്ടുണ്ടാവണമെന്നുള്ളത് ലെറ്റർ ഓഫ് ഓഫറിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് കണ്ടിൻജൻ്റ് ആയിട്ടായിരിക്കും ഈ ലെറ്റർ ഓഫ് ഓഫറിന്റെ വാലിഡിറ്റി ഉണ്ടാവുക. അപ്പോൾ അതെപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടാവണം എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻ്റ് ആണ്, അഥവാ COE എന്ന് പറയും. ഈ COE എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡർ അഥവാ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. വൺസ് നമ്മൾ ലെറ്റർ ഓഫ് ഓഫർ ആക്സെപ്റ്റ് ചെയ്തു, പിന്നെ നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്റർ അഥവാ 2 സെമിസ്റ്ററിൻ്റെ ഫീസ് നമ്മൾ പേ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് COE നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് ഇഷ്യൂ ചെയ്തു തരും. ഈ COE എന്ന് പറയുന്ന ഡോക്യുമെന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് റെലവൻ്റ് ആയിട്ട് കറണ്ട് COE നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി. അപ്പോൾ എന്താണ് ഈ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി? നമ്മൾ സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് IELTS അഥവാ PTE എന്ന് പറയുന്ന ഇംഗ്ലീഷ് എക്സാം അക്കാഡമിക് പ്രൊഫിഷ്യൻസിയിൽ നമ്മൾ ഈ ടെസ്റ്റ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. പിന്നെ ഇതിന് ഒരു ബാൻഡ് സ്കോർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏത് കോഴ്സിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിനെ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ PhD ലെവലായിട്ടുള്ള ഒരു ആപ്ലിക്കൻറ്റിന് ഒബ്വിയസ്ലി IELTS അഥവാ PTEയുടെ സ്കോർ കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ നേഴ്സിംഗ് പോലത്തെ ഒരു സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് IELTSന്റെ സ്കോർ കുറവാണ് ആവശ്യം വരുന്നത്. ജനറലൈസ്ഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു 7 ബാൻഡ് സ്കോർ ഓവറോൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്കോർ നമുക്ക് വേണ്ടി വരും. അഗൈൻ ഇത് ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആണ് നിങ്ങളുടെ കോഴ്സിന് അനുസരിച്ച്. ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ടാവും എത്ര ബാൻഡ് സ്കോറാണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓവറോൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നതെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു പ്രൂഫ് ഓഫ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജെനുവിൻ സ്റ്റുഡൻറ് റിക്വയർമെൻ്റ് ആണ്. ജെനുവിൻ സ്റ്റുഡൻറ് ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് മെയിനായിട്ടെന്ന് പറയുന്നത് നമ്മളൊരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം വിസയ്ക്ക് വെക്കുന്നതിൻ്റെ സമയത്ത്. മെയിനായിട്ട് നമ്മുടെ ഒരു കവർ ലെറ്റർ ആണ്. ഈ കവർ ലെറ്ററിനകത്ത് എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്, നമ്മുടെ കറണ്ട് സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണെന്നുള്ളത്, നമുക്ക് നമ്മുടെ ഫാമിലി, നമ്മുടെ കമ്മ്യൂണിറ്റി, പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വർക്കിന്റെ ഡീറ്റെയിൽസ്, മൊത്തത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ബ്രീഫായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ
നമ്മളിപ്പോൾ MBAന് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ അക്കൗണ്ടിങ് ആണോ അതോ എഞ്ചിനീയറിംഗ് ആണോ, ഇതിന് റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് അവർ നോക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് അപ്ലൈ ചെയ്തത്, പിന്നെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഇൻഡിവിജ്വലായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കവർ ലെറ്റർ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് കിട്ടും. നല്ല രീതിയിൽ അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യാനാണ് നോക്കേണ്ടത്. പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതല്ല, നിങ്ങളുടേതായ വേർഡ്സിൽ ആ ടെംപ്ലേറ്റ് മാറ്റുക എന്നുള്ളത് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ ഏജൻസി ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിക്ക ഏജൻസികളും ഇതിൻ്റെ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് ആ ടെംപ്ലേറ്റിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നീട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുക. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കേണ്ടതെന്നുള്ളതാണ് ഈ ഒരു ആൻസർ ചെയ്യേണ്ട ഒരു ശൈലി. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് എഴുതുക. ഡീറ്റെയിൽസ് ഓഫ് യുവർ സ്റ്റഡി ഹിസ്റ്ററി ഇൻ ഓസ്ട്രേലിയ. നിങ്ങൾ ഇതിനു മുമ്പ് ഓസ്ട്രേലിയയിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നോ എന്നുള്ളത് മെൻഷൻ ചെയ്യുക. മിക്ക കേസുകളിലും ആയിരിക്കില്ല, കാരണം ഒരു സ്റ്റുഡൻറ് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിക്കവരും നാട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പെർസെൻറ്റേജ് കുറവാണ്, ഒരു 10-20% കാണത്തുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ ഈ സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ ഓൾറെഡി ഓസ്ട്രേലിയയിൽ ഒരു വിസ ഹോൾഡർ ആണോ. നിങ്ങൾ ഓസ്ട്രേലിയ വിസ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങൾ സ്റ്റുഡൻറ് വിസയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മെയിനായിട്ട് ഇപ്പം വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ മിക്കവരും ടൂറിസ്റ്റ് വിസ അഥവാ വേറെ എന്തെങ്കിലും ടെമ്പററി ആയിട്ടുള്ള ഒരു വിസയ്ക്ക് വന്നിട്ട് പിന്നെ സ്റ്റുഡൻറ് വിസയിലേക്ക് മാറും വർക്ക് റൈറ്റ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ നാള് ഓസ്ട്രേലിയയിൽ നിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിന് ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വിളിക്കുന്നത് വിസ ഹോപ്പിംഗ് എന്നാണ്. ആ വിസ ഹോപ്പിംഗ് ഫ്ലാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. ലാസ്റ്റ് ആയിട്ട് അവർ പറയുന്നത്, ഏതെങ്കിലും റെലവെൻ്റ് ആയിട്ടുള്ള ഈ ഇൻഫർമേഷൻ ഈ സ്റ്റുഡൻറ് വിസയായിട്ട് റിലേറ്റഡ് നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമുണ്ടോ, നാട്ടിൽ വെച്ച് നിങ്ങൾ വല്ല ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ, ചെറിയ വല്ല കോഴ്സുകളും ചെയ്തിട്ടുണ്ടോ, ഈ ഒരു കോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിട്ട് റെലവെൻ്റ് ആയിട്ടുള്ളത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കപ്പാസിറ്റി റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എന്നുള്ളത് നിങ്ങൾ കാണിക്കണം. നമ്മുടെ ഫിനാൻഷ്യൽ എവിഡൻസ് അറ്റ്ലീസ്റ്റ് $29,710 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് അഥവാ 15 ലക്ഷം രൂപയാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു ആവറേജ് ഫിഗർ ആണ് കേട്ടോ. ഇത് അന്നത്തെ കറണ്ട് ഓസ്ട്രേലിയൻ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ചിരിക്കും ആ ഒരു ഇന്ത്യൻ റുപ്പീസ് എത്ര എന്ന് വരുന്നത്. പക്ഷെ ഓസ്ട്രേലിയൻ ഡോളർ 29,000 ആണ് ഏകദേശം വരുന്നത് കാണിക്കേണ്ടത്. ഞാൻ 6 വർഷം മുമ്പ് സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് വളരെയധികം കുറവായിരുന്നു. ഏകദേശം ഒരു $20,000 ഉണ്ടായിരുന്നുള്ളൂ, അതായത് നമ്മുടെ നാട്ടിലെ ഒരു 10 ലക്ഷം രൂപ. ഈ അടുത്താണ് ഇത്രയും കൂടാനായിട്ട് സാഹചര്യം വന്നത്, കാരണം ഒരുപാട് സ്റ്റുഡൻറ് വിസ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഇവർ ഈ ഒരു ഫിഗർ ബമ്പപ്പ് ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഈ പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആവറേജ് മന്ത്ലി എത്രയാണ് എക്സ്പെൻസ് വരുന്നതെന്നുള്ളത്. പിന്നെ എൻ്റെ ചാനലിലും ഞാൻ ഇതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആവറേജ് കോസ്റ്റ് ഓഫ് ലിവിങ് ഫോർ സ്റ്റുഡൻസ് ഇൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. ഫീൽ ഫ്രീ ടു ചെക്ക് ഔട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓവർസീസ് സ്റ്റുഡൻറ് ഹെൽത്ത് കെയർ എന്നാണ്, അഥവാ OSHC എന്ന് പറയും. ഇതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കവർ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. മിക്കവരും ഇവിടെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടൊരു എമർജൻസി വരുന്ന സമയത്ത് നമുക്കൊരു ഹെൽത്ത് കവർ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അധികം ചാലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ ഇതിന് ഏകദേശം വരുന്ന ഒരു $120 ആണ് ഒരു ബേസിക് കവർ കേട്ടോ. ഈ ഒരു കവറിനകത്ത് മെയിനായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് നമ്മുടെ GP ജനറൽ പ്രാക്ടീഷണർ അഥവാ നമ്മുടെ ഒരു നോർമൽ ക്ലിനിക്കിൽ വരുന്ന ഡോക്ടേഴ്സിനെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഈ ഹെൽത്ത് കവറിനകത്ത് ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ വരുന്ന മെഡിക്കേഷൻ, ഇപ്പോൾ നമ്മളെ മരുന്നുകൾ, ഇപ്പോൾ പാരസെറ്റമോള് അഥവാ വേറെ എന്തെങ്കിലും ഗുളികകൾ നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് നമ്മുടെ തന്നെ കോസ്റ്റ് കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ പല ഹെൽത്ത് കവറിനെ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കും ഇത് കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ്
അലൈഡ് ഹെൽത്ത് കവർ എന്ന് പറയുന്ന ഇവിടെ ഉള്ള ഒരു ഹെൽത്ത് കവർ ഏകദേശം 40% നിങ്ങളുടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബില്ല് കവർ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം മരുന്ന് മേടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് മേടിക്കണം. പിന്നെ ഈ ബില്ല് അവരുടെ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ 40% അല്ലെങ്കിൽ 50% റീഇംബേഴ്സ് ചെയ്യും. അത് ഓരോ മെഡിക്കൽ കമ്പനികളെ അനുസരിച്ചിരിക്കും. പിന്നെ ഏത് കവറാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതിനെ അനുസരിച്ചാണ് ഈ ഒരു കവർ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഹെൽത്ത് റിക്വയർമെന്റ് ആണ്. അപ്പോൾ എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹെൽത്ത് കണ്ടീഷനിലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്തൊക്കെ ആണ് ഇവർ ഹെൽത്തിൽ നോക്കുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ കിഡ്നി ഫങ്ഷൻ, ട്യൂബർക്കുലോസിസ്, ജനറൽ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്നുള്ളത് ഈ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ക്യാരക്ടർ റിക്വയർമെൻ്റ് ആണ്. എഗൈൻ ഇത് ഭയങ്കര അധികം കേസ് ബൈ കേസ് ഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ. ഇവർ ക്യാരക്ടർ റിക്വയർമെന്റ് എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വെച്ചിട്ടാണ് ഇവർ അറിയുന്നത്. പക്ഷേ ഇത് എല്ലാവരുടെയും കേസിൽ ഇവരത് ചോദിക്കത്തില്ല. വളരെ മിനിമലായിട്ടുള്ള ഒരു പെർസെൻ്റ് ആണ്. ഒരു 5 to 10% ആൾക്കാരിൽ നമ്മൾ പോലീസ് ബാക്ക്ഗ്രൗണ്ട് ചെക്കും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയും സ്റ്റുഡൻറ് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് മിക്കവരുടെ കേസിലും യാതൊരു രീതിയിലും അതൊരു തടസ്സം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് അപ്ലൈ യൂസിങ് ഇമി അക്കൗണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞിരുന്ന 8 കാര്യങ്ങൾ നിങ്ങളുടെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമി അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡൻറ് വിസ സെലക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് ഇവർ റിവ്യൂ ചെയ്തതിന് ശേഷം ഒരു 3-4 മാസത്തിനുള്ളിൽ അതിനുള്ള ഔട്ട്കം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മിക്കവരുടെ കേസിലും നമ്മൾ ഏജൻസി ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏജൻസിക്കാർ തന്നെ നമ്മുടെ ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് അവർ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ട്രാവൽ റിക്വയർമെന്റ്സ് ആണ്. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഓരോ സമയത്തും ഇപ്പോൾ നമ്മൾ 3-4 മാസം മുന്നേ ആയിരിക്കും ഒരു കോഴ്സിന് നമ്മൾ ലെറ്റർ ഓഫ് ഓഫർ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. 4 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ട്രാവൽ റിക്വയർമെന്റ്സ് ടോട്ടലി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. എസ്പെഷ്യലി നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത്, അതായത് വിസ കിട്ടിയതിന് ശേഷം നമ്മളിത് ചെക്ക് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു പ്രിപ്പയറിംഗ് ഫോർ യുവർ ട്രാവൽസ് പേജ് എന്ന് പറയുന്ന ലിങ്ക് വെച്ചിട്ടാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജ് ആയിരുന്നു കോവിഡിൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ചെയ്യേണ്ടിയിരുന്നത്. നമുക്ക് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഓസ്ട്രേലിയൻ ഹെൽത്ത് വെബ്സൈറ്റിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം എത്ര വാക്സിൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡിക്ലെയർ ചെയ്തതിന് ശേഷം തന്നെ നമുക്കൊരു ബാർകോഡ് കിട്ടുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് ആ കോവിഡിന്റെ ടൈമിൽ. ഏതൊരു എക്കണോമി അല്ലെ ഏതൊരു ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഈ ഒരു പേജിന് അപ്ഡേഷൻ വരും. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ 10 കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കരധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ട് കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.